നമ്മളിപ്പോഴുള്ളത് വാമല സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലാണ്. ഇതൊരു ചെറിയ ഒരു മലേൻ്റെ മുകളിലാണ്. അണിക്കുരുത്തി പല്ലാവൂരാണ്. ദർശന സമയമൊക്കെ എഴുതിക്കണ്ണു. കാലത്ത് 6 മുതൽ 8 വരെ, വൈകിട്ട് 5 മുതൽ 7 വരെ. നമ്മൾ ആ മലയിലേക്ക് മെല്ലെ കയറുകയാണ്. ചെറിയ മലയാണ്, വലിയൊരു കയറ്റമൊന്നുമില്ല. നല്ല വളരെ ഭംഗിയായിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ കുറച്ച് വേപ്പിൻ്റെ മരങ്ങളൊക്കെ ഉണ്ട് ഈ പാറേൻ്റെ മുകളിൽ. ചെറിയ കുറ്റി മരങ്ങൾ. അവിടെ ചെറിയൊരു കുളം പോലൊന്നുണ്ട്. ഇവിടെ ചെറുതായിട്ട് സ്റ്റെപ്പുകൾ കൊത്തിയിട്ടുണ്ട്. ഒരു പാലക്കാടൻ ഗ്രാമത്തിൻ്റെ എല്ലാ സൗന്ദര്യങ്ങളും പൂർണ്ണമായ അർത്ഥത്തിൽ ആലേഖനം ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ ഇടം. അതായത് വാമല മുരുകക്ഷേത്രവും അതിൻ്റെ പരിസരവും. ഇതാണ് കണ്ടോ, അരളി പൂത്ത് നിൽക്കുന്നുണ്ട്. അരളി അതന്നെ. നല്ല കാറ്റ്. ഒരു ഹനുമാൻ പാദം എന്നൊക്കെ പറഞ്ഞ എഴുതി കാണുന്നുണ്ട്. ഇതാണ് ആ ക്ഷേത്രം. ഈ തൃച്ചെന്തൂരൊഴികെ ബാക്കി ഒരുവിധം എല്ലാ സ്ഥലങ്ങളിലും മുരുകക്ഷേത്രം ചെറിയൊരു മലേൻ്റെ മുകളിലോ അല്ലെങ്കിൽ മലയുടെ മടിത്തട്ടിലൊക്കെ ആയിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. കണ്ടോ, ആ ഒരു മരം വളരെ കൗതുകവും ഭംഗിയൊക്കെ തരുന്നുണ്ട്. അത് വളരെ ചെറിയൊരു ഭംഗിയുള്ള ക്ഷേത്രം. കാറ്റുണ്ട്. ഇതിൻ്റെ ചുറ്റുപാടും നമുക്ക് തരുന്ന ഒരനുഭൂതി. അതാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത. അവിടെ കുറേ സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് കിട്ടിയ പേരുകൾ പറയാം: ദീപസ്തംഭം, മഹാശര്യം, അതേപോലെ തന്നെ കുഞ്ഞിരാമായണം. ഈ 2 പടങ്ങളും ഈ ഒരു ലൊക്കേഷനിൽ കുറച്ച് ഭാഗങ്ങൾ ചിത്രീകരിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു സ്വാഭാവികമായ ഭംഗി ഫലപ്രദമായ രീതിയിൽ ഉപയോഗിച്ചുകൊണ്ടാണ് അങ്ങനെ ഒരു ചിത്രീകരണം നടത്തിയിരിക്കുന്നത്. ഇവിടെ കുറേ ആൾക്കാർ, ചുറ്റുവട്ടത്തുള്ളവർ ഇന്ന് സായാഹ്നം ചെലവഴിക്കാൻ ഇവിടേക്ക് വന്നിട്ടുണ്ട്. ക്ഷേത്രത്തിൻ്റെ പുറകുവശമാണ്. ഇവിടെ കുറേ കുറ്റിച്ചെടികളുണ്ട്, ചെറിയ ചന്ദന കുറ്റികളുണ്ട്, അതേപോലെ തന്നെ വേപ്പിൻ്റെ കുറ്റി, അങ്ങനെയുള്ള ചെറിയ ചെറിയ കുറ്റിച്ചെടികളാണ്. പാറയാണ്. അതിൻ്റെ അപ്പുറത്തെല്ലാം പാടശേഖരങ്ങളാണ്. പാടങ്ങളെല്ലാം നാറ് നടാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ്. ഇത്രയുമാണ് വാമലേനെ കുറിച്ച് പറയാനുള്ളത്. ഇവിടെ ഉടുമ്പസ്വാമിയുടെ പ്രതിഷ്ഠയുണ്ട്. അവിടെ ഒരു ഹനുമാൻ പാറ എന്ന് കാണുന്നുണ്ട്. അതെന്താണെന്നുള്ളത് നമുക്ക് പിന്നെ പോയി നോക്കാം. അപ്പോൾ മൃതസഞ്ജീവനിയായിട്ട് ഹനുമാൻ സ്വാമി ലങ്കയിലേക്ക് പോകുമ്പോൾ, രാമായണ യുദ്ധത്തിൽ ലങ്കയ്ക്ക് പോകുമ്പോൾ ഇവിടെ കാല് വെച്ച് കുതിച്ചു എന്നാണ് പറയുന്നത്. ആ ഹനുമാൻ സ്വാമിയുടെ പാദത്തിൻ്റെ ഇതായിട്ടാണ് ഇവിടെ ഉള്ളവർ ഇതിനെ സങ്കല്പിക്കുന്നത്. ഹനുമാൻ പാദം എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ നേരെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ മൃതസഞ്ജീവനിയായിട്ട് പോകുന്ന ഘട്ടത്തിൽ അത് അവിടെ കാണുന്ന മലനിരകൾ വിഴുമല എന്നാണ് അറിയപ്പെടുന്നത്. അതിൽ നിന്ന് ചെറിയൊരു കഷ്ണം ചെതറി താഴത്തേക്ക് വീണതാണെന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഇത് വേറൊരു ലൊക്കേഷനാണ്. അപ്പോൾ ഇതാണ്
ഹനുമാൻ്റെ പാദമായിട്ട് സങ്കല്പിക്കുന്നു. ഇതും ഈ ക്ഷേത്രത്തിൻ്റെ വേറിട്ട ഒരു കാഴ്ചയാണ്. എന്തൊക്കെയാണെങ്കിലും നല്ല തണുത്ത കാറ്റ്, അതേപോലെ തന്നെ ഭംഗിയുള്ള ചുറ്റുപാടുകൾ, പൂർണ്ണമായ ഗ്രാമാന്തരീക്ഷം, ഇതിനെയെല്ലാം എൻ്റെ സൗന്ദര്യത്തെ ബാധിപ്പിക്കുന്ന രീതിയിൽ ഒരു കേരള വാട്ടർ അതോറിറ്റിൻ്റെ വാട്ടർ ടാങ്ക്, ആ ഒരു കൺസ്ട്രക്ഷൻ ഇവിടുത്തെ മൊത്തം ഭംഗിയുമായിട്ട് ഇണങ്ങി പോകുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം തോന്നുന്നു. അത്രയേ ഉള്ളൂ. എന്തായാലും നല്ല രസമുള്ള കാഴ്ചകളാണ്. മുരുഹാചരണം. ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം എന്ന് പറയുന്നത് കാട്ടുപോട്ടുവാമല ദീപാവലി വാവുത്സവമാണ്. അന്ന് 24 മണിക്കൂറും ക്ഷേത്രം തുറന്നിരിക്കും. ഒരു 3 ആനകളോട് കൂടിയിട്ടുള്ള എഴുന്നള്ളിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. പിന്നെ ക്ഷേത്രം മൊത്തത്തിൽ ദീപാലങ്കൃതമാവുമെന്നും പറയുന്നു. ജസ്റ്റ് ഒരു ഫോർ ഇൻഫർമേഷൻ, അതായത് എല്ലാവരുടെയും അറിവിലേക്കായിട്ട് അത് പറയുന്നു എന്ന് മാത്രം. ഇത് നമ്മുടെ വാമലയിലുള്ള സൂര്യാസ്തമയാണ്. അവിടെ ഒരു ജലം ഉണ്ട്, അതായത് ചെറിയൊരു കുളം പോലെ ഉണ്ട്. അപ്പോൾ ആ കുളത്തിൽ സൂര്യൻ തട്ടിയിട്ട് 2 സൂര്യന്മാർ ഉദിച്ച പോലെ ഉണ്ട്. നല്ല ഭംഗിയായിട്ടുണ്ട് അതിൻ്റെ ഒരു കാഴ്ച.